കം എന്ന വാക്കിന് അർത്ഥം വരിക. ഇത് എല്ലാവർക്കും അറിയാവുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ്. ഇപ്പോൾ ഹി ഈസ് കമ്മിങ് എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. ഷീ ഈസ് കമ്മിങ് അവൾ വരുന്നു. വി ആർ കമ്മിങ് ഞങ്ങൾ വരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ കമ്മിങ് എന്നത് വരുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിലൊക്കെ വരുന്നു എന്ന ആ ഒരു മീനിങ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കുന്നത് കമ്മിങ് എന്നല്ല, വേറെ ചില വാക്കുകളൊക്കെയാണ്. അപ്പോൾ അത്തരം ചില സിറ്റുവേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ലെസണിൽ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ട്രെയിൻ വരുന്നു, അവൻ്റെ ബർത്ത്ഡേ വരുന്നു, ചെടികളിൽ പൂക്കൾ വരുന്നു, മഴ വരുന്നു എന്നൊക്കെ. ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മിങ് എന്നല്ല. നമുക്ക് അത് ഓരോന്നായിട്ട് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോൺ റിങ് ചെയ്യുന്ന കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? ഫോൺ വരുന്നു എന്നല്ലേ. പക്ഷേ അവിടെ നമ്മൾ ഫോൺ ഈസ് റിങ്ങിങ് എന്നാണ് പറയുന്നത്. ഫോൺ ഈസ് കമ്മിങ് എന്നല്ല, ഫോൺ ഈസ് റിങ്ങിങ്. അവൻ്റെ ബർത്ത്ഡേ വരുന്നു, ഹിസ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. ഹിസ് ബർത്ത്ഡേ ഈസ് കമ്മിങ് അപ്പ്. കമ്മിങ് അപ്പ് എന്ന് പറഞ്ഞാൽ വേഗം തന്നെ, ഇപ്പോൾ അടുത്തു വരുന്നു എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ട്രെയിൻ വരുന്നു, ട്രെയിൻ ഈസ് അറൈവിങ്. സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുമ്പോൾ അനൗൺസ്മെന്റ് കേൾക്കാറില്ലേ, അവിടെയും ഉപയോഗിക്കുന്ന വാക്ക് അറൈവ് എന്ന് തന്നെയാണ്. ട്രെയിൻ ഈസ് അറൈവിങ്. വീടിൻ്റെ വാതിലുകളൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ കൊതുകുകളൊക്കെ കടക്കില്ലേ, മോസ്കിറ്റോസ്. അപ്പോൾ കൊതുകുകൾ വരുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പക്ഷേ മോസ്കിറ്റോസ് ആർ എൻറ്ററിങ് ദ റൂം എന്നാണ്, റൂമിലേക്ക് പ്രവേശിക്കുന്നു എന്ന അർത്ഥത്തിൽ മോസ്കിറ്റോസ് ആർ എൻറ്ററിങ് ദ റൂം എന്നാണ് നമ്മൾ പറയുന്നത്. എൻറ്ററിങ് ദ റൂം. എക്സാം വരുന്നു എന്നാണെങ്കിലോ, എക്സാം ഈസ് എറൗണ്ട് ദ കോർണർ. എറൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ വേഗം അടുത്തു വരുന്നു എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ നമുക്ക് അദ്ദേഹം വരുന്നു, അവർ വരുന്നു എന്നൊക്കെ ഒരു വ്യക്തിയുടെ കാര്യം ആണ് പറയുന്നതെങ്കിൽ നമുക്ക് കമ്മിങ് ഉപയോഗിക്കാം. ഹി ഈസ് കമ്മിങ്, മൈ സിസ്റ്റർ ഈസ് കമ്മിങ്. അങ്ങനെ. ഇനി ഫെസ്റ്റിവൽസിനെയൊക്കെ പറ്റി പറയില്ലേ നമ്മൾ, ദീപാവലി വരുന്നു, ദീപാവലി ഈസ് കമ്മിങ് അപ്പ്. അതല്ലെങ്കിൽ ദീപാവലി ഈസ് എറൗണ്ട് ദ കോർണർ. ക്രിസ്മസ് ഈസ് കമ്മിങ് അപ്പ്. ഹോളി ഈസ് കമ്മിങ് അപ്പ്. ഹോളി ഈസ് എറൗണ്ട് ദ കോർണർ. ഈ പ്ലാന്റ്സിലൊക്കെ ഫ്ലവേഴ്സ് വരുന്നു നമ്മൾ പറയില്ലേ, ഓ ആ പ്ലാന്റിൽ ഫ്ലവർ വരുന്നു എന്ന് പറയില്ലേ. അതെങ്ങനെ പറയും? ഫ്ലവേഴ്സ് ആർ ബ്ലൂമിങ്. ബ്ലൂമിങ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഫ്ലവേഴ്സ് ഇങ്ങനെ വിടർന്നു വരില്ലേ, വിരിഞ്ഞു വരുന്നതിന്. ഫ്ലവേഴ്സ് ആർ ബ്ലൂമിങ്. ഡ്രസ്സിലൊക്കെ ചുളിവുകൾ വരിക, റിങ്കിൾസ് വരിക, അതെങ്ങനെ പറയാ? ദ ക്ലോത്ത്സ് ആർ ഗെറ്റിംഗ് റിങ്കിൾസ്. ദ ക്ലോത്ത്സ് ആർ ഗെറ്റിംഗ് റിങ്കിൾസ്. ചുളിവുകളൊക്കെ വരുന്നു എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പക്ഷേ ഗെറ്റിംഗ് റിങ്കിൾസ് എന്നാണ് ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോൾ പറയുന്ന ഒരു രീതി. വേറെ തരത്തിലും ഒക്കെ അത് പറയാം, പക്ഷേ ഒരു രീതി അങ്ങനെയാണ്, ഗെറ്റിംഗ് റിങ്കിൾസ്. മാർക്കറ്റിൽ ഫ്രൂട്ട്സ് വരുന്നു. ഫ്രൂട്ട്സ് ഒക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, മാർക്കറ്റിൽ ഫ്രൂട്ട്സ് വരുന്നുണ്ട് എന്ന് പറയില്ലേ, വരുന്നു. ഫ്രൂട്ട്സ് ആർ ബീയിങ് delivered to the market. Fruits are being delivered to the market. ഇത് ഒരു പാസീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ പല സ്ഥലത്തു നിന്നും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെലിവർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ പറയുന്നത്. ഫ്രൂട്ട്സ് ആർ ബീയിങ് ഡെലിവേർഡ് ടു ദ മാർക്കറ്റ്. അതല്ലാതെ ഫ്രൂട്ട്സ് ആർ കമ്മിങ് എന്ന് പറയില്ല. കമ്മിങ് എന്ന വാക്ക് അവിടെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓ, ആ പുതിയ മൂവിയുടെ ട്രെയിലർ വരുന്നുണ്ട്. The trailer of the new movie is being released. The trailer of the new movie is being released. അത് അവിടെയും ഒരു പാസീവ് വോയിസുള്ള സെന്റൻസ് ആണ്. ഈസ് ബീയിങ് റിലീസ്ഡ് എന്നാണ് പറയുന്നത്. ഇനി പല സീസൺസിന്റെ കാര്യം, വിന്റർ സീസൺ ആയാലും സമ്മർ സീസൺ ആയാലും ഒക്കെ, റെയിനി സീസൺ, ഇതൊക്കെ നമുക്ക് ഓ റെയിനി സീസൺ വരുന്നുണ്ട് അല്ലെങ്കിൽ വിന്റർ സീസൺ വരുന്നു എന്നൊക്കെ പറയുന്നത്. വിന്റർ സീസൺ ഈസ് അപ്രോച്ചിങ്. Winter season is approaching. Approach ചെയ്യുക മീൻസ് സമീപിക്കുക. Rainy season is approaching. Summer season is approaching. അങ്ങനെയൊക്കെ പറയാം. കമ്മിങ് അല്ല അവിടെയൊക്കെ ഉപയോഗിക്കുന്നത്. പുതിയ ഫോൺ വരുന്നുണ്ട് എന്നെങ്ങനെ പറയും? The new phone is being launched. The new phone
ഈസ് ബീയിങ് ലോഞ്ച്ഡ്. അവിടെയും അതൊരു പാസീവ് വോയിസിലെ സെന്റൻസ് ആണ്. ന്യൂ ഫോൺ ഈസ് കമ്മിങ് എന്ന് പറയില്ല. അവന്റെ വോയിസ് ക്ലിയർ ആയി വരുന്നു. ഹിസ് വോയിസ് ഈസ് ബിക്കമിങ് ക്ലിയർ. കമ്മിങ് ക്ലിയർ എന്ന് നമ്മൾ പറയില്ലല്ലോ. അപ്പോ ഹിസ് വോയിസ് ഈസ് ബിക്കമിങ് ക്ലിയർ. സൂര്യപ്രകാശം വരുന്നു റൂമിലേക്ക്. സൺലൈറ്റ് ഈസ് എൻറ്ററിങ് ദ റൂം. ഒരു ഐഡിയ വരുന്നു എനിക്ക്. അതെങ്ങനെ പറയും? ഐ ആം ഗെറ്റിംഗ് ആൻ ഐഡിയ. വെള്ളം ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടായി വരുന്നു എന്ന് പറയില്ലേ? ദ വാട്ടർ ഈസ് ഗെറ്റിംഗ് ഹോട്ട്. അപ്പോൾ ഇങ്ങനെ പല സിറ്റുവേഷൻസിലും കമ്മിങ് എന്നുള്ള വാക്കല്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ആ വാക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേറെ ചില വാക്കുകളാണ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.